ഒരു ദിവസം മഹർഷിയായ വിശ്വാമിത്രൻ കഠിനമായ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ തപസ് ഭയന്ന് ദേവന്മാർ അപ്സരസായ മേനകയെ അയച്ചു. മേനകയും വിശ്വാമിത്രനും തമ്മിൽ പ്രണയം ഉണ്ടായി. അവർക്ക് ജനിച്ച കുഞ്ഞായിരുന്നു ശകുന്തള. പക്ഷേ മേനക കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചു. കാട്ടിൽ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പക്ഷികൾ കുഞ്ഞിനെ ചുറ്റി നിന്ന് സംരക്ഷിച്ചു. അത് കണ്ട കണ്ണമഹർഷി കുഞ്ഞിനെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി വളർത്തി. അവൾ ആശ്രമത്തിൽ വളർന്ന് വളരെ സുന്ദരിയും നല്ല മനസ്സുള്ള പെൺകുട്ടിയായി വളർന്നു. ഒരു ദിവസം ഹസ്തിനാപുര രാജാവായ ദുഷ്യന്തൻ വേട്ടയ്ക്ക് കാട്ടിലെത്തി. അവൻ ഒരു മാനിനെ പിന്തുടർന്ന് വില്ലുമായി ഓടിക്കൊണ്ടിരുന്നു. ഭയന്ന് ഓടിയ മാൻ കണ്ണമഹർഷിയുടെ ആശ്രമത്തിലേക്ക് കയറി. രാജാവ് വില്ലെടുത്ത് മാനിനെ ലക്ഷ്യമിട്ടപ്പോൾ ആശ്രമത്തിലെ ശിഷ്യന്മാർ പറഞ്ഞു, മഹാരാജാവേ, ഇത് ആശ്രമത്തിലെ മാനാണ്, കൊല്ലരുത്. രാജാവ് ഉടനെ വില്ല് താഴ്ത്തി. അപ്പോൾ അവൻ അവളെ കണ്ടു. മരങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു യുവതി, കയ്യിൽ പൂക്കൾ, ശാന്തമായ മുഖം, അവളായിരുന്നു ശകുന്തള. ആ നിമിഷം തന്നെ അവർ തമ്മിൽ പ്രണയം തുടങ്ങി. ദുഷ്യന്തൻ കുറച്ചു ദിവസം ആശ്രമത്തിൽ തന്നെ നിന്നു. ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള പ്രണയം ആഴമായി. പിന്നീട് അവർ ഗാന്ധർവ വിവാഹം ചെയ്തു. രാജാവ് രാജധാനിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ തന്റെ മോതിരം ശകുന്തളയ്ക്ക് നൽകി പറഞ്ഞു, ഇത് എന്റെ അടയാളമാണ്. ഇത് കാണിച്ചാൽ ഞാൻ നിന്നെ രാജധാനിയിലേക്ക് കൊണ്ടുപോകും. ശകുന്തള രാജാവിനെ കാത്ത് ആശ്രമത്തിൽ തന്നെ നിന്നു. ഒരു ദിവസം ശകുന്തള ദുഷ്യന്തനെ ഓർത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദുർവാസ മഹർഷി ആശ്രമത്തിൽ വന്നു. പക്ഷേ പ്രണയത്തിൽ മുഴുകിയ ശകുന്തള അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. കോപം വന്ന ദുർവാസ മഹർഷി ശപിച്ചു. ശകുന്തള കരഞ്ഞു ക്ഷമ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു അടയാളം കണ്ടാൽ അവൻ വീണ്ടും ഓർക്കും. ആ അടയാളമാണ് മോതിരം. ശകുന്തള ഗർഭിണിയായപ്പോൾ കണ്ണമഹർഷി അവളെ രാജധാനിയിലേക്ക് അയച്ചു. പക്ഷേ വഴിയിൽ ഒരു നദി കടക്കുമ്പോൾ അവളുടെ മോതിരം വെള്ളത്തിൽ വീണു. അത് ഒരു മീൻ വിഴുങ്ങി. ശകുന്തള രാജധാനിയിൽ എത്തി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. പക്ഷേ ശാപം കാരണം ദുഷ്യന്തന് ഒന്നും ഓർമ്മയില്ല. മോതിരവുമില്ല, തെളിവുമില്ല. രാജാവ് അവളെ തിരിച്ചറിഞ്ഞില്ല. ശകുന്തള വളരെ ദുഃഖത്തോടെ കാട്ടിലേക്ക് തിരിച്ചുപോയി. കാട്ടിൽ ശകുന്തള ഒരു കുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടിയാണ് ഭരതൻ. ഒരു ദിവസം മീൻപിടുത്തക്കാർ ഒരു മീൻ പിടിച്ചു. മീൻ മുറിച്ചപ്പോൾ രാജാവിന്റെ മോതിരം അത് രാജാവിന് കൊടുത്തു. മോതിരം കണ്ട ഉടനെ ദുഷ്യന്തന് എല്ലാം ഓർമ്മ വന്നു. അവൻ ശകുന്തളയെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോയി. കാട്ടിൽ അവൻ ഒരു കുട്ടിയെ കണ്ടു. സിംഹക്കുട്ടികളോടൊപ്പം കളിക്കുന്ന ഒരു ബാലൻ. രാജാവ് ചോദിച്ചു, നീ ആരുടെ മകനാണ്? കുട്ടി പറഞ്ഞു, ഞാൻ രാജാവായ ദുഷ്യന്തന്റെ മകനാണ്. എന്റെ പേര് ഭരതൻ. അപ്പോൾ ദുഷ്യന്തൻ ശകുന്തളയെ കണ്ടു. അവളോട് ക്ഷമ ചോദിച്ചു. അവൾ ശാപത്തിന്റെ കാര്യം പറഞ്ഞു. ദുഷ്യന്തൻ ശകുന്തളയെയും ഭരതനെയും കൂട്ടി രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അവർ പിന്നീട് സന്തോഷത്തോടെ ജീവിച്ചു. ഭരതൻ വളർന്ന് മഹാരാജാവായി. അവന്റെ പേരിലാണ് നമ്മുടെ രാജ്യം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.